ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മളുടെ എല്ലാ വീഡിയോസിലും എല്ലാവർക്കും ഓരോരോ സംശയങ്ങളുണ്ട് ട്ടാ. അപ്പൊ എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ മാക്സിമം പറ്റുന്നതിൽ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് ട്ടാ. പിന്നെ നമ്പർ ചോദിക്കുന്നവരോട് നമ്പർ എനിക്ക് ആകെ ഒരു നമ്പറുള്ളൂ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു നമ്പറാണ് അത്. നമ്മളിപ്പോ കൊടുക്കുന്നവര് എല്ലാവരും മോശക്കാരാന്നല്ല, എങ്ങനത്തെ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്പർ തരാത്തെ. ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു നമ്പർ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ഞാൻ നമ്പർ ഇടാം. അതുവരെ ഒന്ന് എന്താന്ന് വെച്ചാല് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്പർ തരാത്തേട്ടോ. അപ്പൊ മനസ്സിലാക്കാലോ, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നല്ലവരായിരിക്കില്ല, എല്ലാവരും മോശക്കാരാന്നും പറയുന്നില്ല കേട്ടോ. ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ, 100 പേരുടെ ഇടയിൽ ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് കൂൺ ഷെഡ് എങ്ങനെയാണ് എന്താണ് റെഡി ആക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ട്ടോ. അപ്പോ കൂൺ ഷെഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് മാക്സിമം നമ്മൾ ഒരുപാട് വെയിലുള്ള ഭാഗത്തൊന്നും കൂൺ ഷെഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവരുടെ ടെറസിന്റെ മുകളില് വർക്ക് ഏരിയ ഒരു സ്റ്റോർ റൂമില് കൂൺ ഷെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് നെറ്റ് വെച്ചാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു. ആളുടെ ഡൗട്ട് എന്താണ്, ടെറസിന്റെ മുകളില് വർക്ക് ഏരിയ നെറ്റ് വെച്ച് ചെയ്തിട്ട് കൂൺ ഷെഡ് ചെയ്യാം എന്നുള്ളതായിരിക്കാം. എനിക്കത് ക്ലിയർ ആയി മനസ്സിലായില്ല, എന്നാലും ഞാൻ പറയാം. നമ്മൾ ടെറസിന്റെ മുകളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എലികൾ കയറുന്ന ഒരു നെറ്റ് ആവരുത്. വളരെ എന്താണ് ചെറിയ ഗ്യാപ്പുള്ള നെറ്റ്, ഇരുമ്പിന്റെ നെറ്റ് വെച്ചിട്ട് നമ്മൾ ഫുള്ളൊന്ന് നമ്മൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം അതനുസരിച്ച് നമ്മുടെ ടെറസിന്റെ മുകളിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ടെറസിന്റെ മുകളിൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് വെയിലടിക്കും, നമ്മുടെ കൂൺ ഷെഡിലേക്ക് ഡയറക്റ്റ് വെയിലടിക്കും. ആ വെയിലിനെ എത്ര നമ്മൾ നോക്കിയാലും, നമ്മൾ സാധാരണക്കാര് ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു കൂൺ ഷെഡ് ആ ഒരു വെയിലിന്റെ ചൂട് നമുക്ക് പുറന്തള്ളി കളയാനായിട്ട് ഒരു 2-3 ഒരു എക്സോസിസ്റ്റ് ഫാനൊക്കെ വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ റൂമിന്റെ മുകളിൽ മൊത്തം എന്താണ് ചണച്ചാക്ക് ഉണ്ടല്ലോ, ചണച്ചാക്ക് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഈ വെയിൽ നമ്മുടെ കൂൺ ഷെഡിന്റെ മുകളിൽ വന്ന് മുട്ടിയാലും ആ വെയിൽ ആ കൂൺ ഷെഡിന്റെ അകത്ത് ആ ചൂട് നിലനിൽക്കരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൂൺ ഷെഡിൽ വേണ്ടത്, നമ്മൾക്ക് പുറത്ത് മഴ ഉള്ളപ്പോ നമ്മളുടെ വീടിനകത്തത്തെ ഒരു തണുപ്പ് ഉണ്ടാവുമല്ലോ, പുറത്ത് ഭയങ്കര തണുപ്പ് മഴയുള്ള സമയത്ത് നമ്മുടെ വീടിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു കൂള്, അതാണ് നമ്മുടെ കൂൺ ഷെഡിൽ എപ്പോഴും വേണ്ടത്. മഴ ഉള്ള സമയത്ത് ഈ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോ ടെറസിന്റെ മുകളിൽ ചെയ്യുമ്പോൾ അത് സക്സസ് ആയിരിക്കും. കാരണം നല്ല വെയിലില്ല, മിക്കപ്പോഴും മഴയാണ്. ചില സമയത്ത് ഇപ്പോഴും നമുക്കിവിടെ മഴ ഇപ്പൊ പെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, വെയിലില്ല. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡ് നമുക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ആ ഒരു ഷെഡ് ടെറസിന്റെ മുകളിൽ ചെയ്യാന്നുള്ളത് അത്ര 100% സക്സസ് ആവാൻ ചാൻസ് ഇല്ല. അതേസമയം നമ്മുടെ ടെറസിന്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അനുസരിച്ചുള്ള ഒരു സ്ക്വയർ ഫീറ്റില് നെറ്റ് വലിച്ചു കെട്ടുക. നെറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിനു ചുറ്റും നമ്മളുടെ പച്ച നെറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അത് 1 മീറ്ററിന് 100 രൂപ ഉള്ള ഒരു ഷീറ്റ് ഉണ്ട്. എത്ര ആണ്, 90 അങ്ങനെ എന്തോ. അതായത് കാറ്റ് മാത്രം, പ്രാണികളും ഈച്ചകളൊക്കെ വരാത്ത ഒരു ഷീറ്റാണത്. 1 മീറ്ററിന് 100 രൂപയാണ് നമുക്ക് ഇവിടെ. 90 അങ്ങനെ എന്തോ ആണ് അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഷീറ്റ് വാങ്ങിച്ച് വലിച്ച് മൊത്തം കൂൺ ഷെഡും നമ്മൾ അടയ്ക്കണം. അപ്പോ ആദ്യം നമ്മൾ നെറ്റ് വെച്ച് നമ്മൾ കൂൺ ഷെഡ് മൊത്തം നെറ്റ് വെച്ച് വെൽഡ് ചെയ്ത് ഒരു കൂടാരം മാതിരി ചെയ്യണം. അതിനുശേഷം നമ്മൾ ചുറ്റിനും പിന്നെ പുറമേന്ന് ആ ഒരു പച്ച നെറ്റ് വാങ്ങിച്ച് നമ്മൾ ഒന്നുകൂടെ നമ്മുടെ കൂൺ ഷെഡ് ഒന്നുകൂടെ മറക്കണം. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് കൂൺ ഷെഡിന്റെ അകത്ത് നമ്മൾ കയറിയിട്ട് ഡോറൊക്കെ എല്ലാം നല്ല അടച്ചുറപ്പോടുകൂടി ചെയ്യണം. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ ഇതിന് ചുറ്റിനും ഇതേമാതിരി തന്നെ ചണച്ചാക്ക് ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിയിട്ട് നമ്മൾക്ക് തൂക്കിയിട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുന്ന ഒരു സെറ്റപ്പ്, എന്തെങ്കിലും സ്നോ പോലെ വെള്ളം തെറിച്ച് ഇങ്ങനെ വീഴുമല്ലോ, ആ പരിപാടിയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് കൂൺ ഷെഡിൽ എപ്പോഴും തണുപ്പുണ്ടാവും. ടെറസിന്റെ മുകളിൽ ചെയ്യുന്നവർക്കാണ് കേട്ടോ പറയുന്നത്. അല്ലാത്ത പക്ഷം
ഈ ചണച്ചാക്ക് വെച്ചിട്ട് അധികം വണ്ണമില്ലാത്ത ഓസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഓസ് നമ്മുടെ ഈ ചാക്കിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന വള്ളിയുടെ മീതെ ഞാൻ ഇനി അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാക്കിന്റെ മീതെ വള്ളി വെച്ചിട്ടുണ്ടാവില്ല, അതിന്റെ മീതെ ഈ ഓസും കൂടി നമ്മൾ നീട്ടത്തില് ചുറ്റിനും വെക്കുക. എന്നിട്ട് ഈ ഓസിന് ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കുക. ഒത്തിരി വലുതല്ല കേട്ടോ, ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ സെക്കൻഡുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെള്ളം ഇറ്റി ഇറ്റി ഈ ചാക്കിലോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടേയിരിക്കും. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ബക്കറ്റിലെടുത്ത് മുക്കി നനക്കുക, അല്ലെങ്കിൽ ഓസ് വെച്ച് നനച്ചു കൊടുക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. അത് ചില ദിവസങ്ങളിൽ നല്ല വെയിൽ വരുന്ന സമയങ്ങളിൽ ജനാലയിൽ കൂടി വെയിൽ വന്നാലും വൈകുന്നേരം ആകുമ്പോൾ ചാക്ക് നല്ല ഉണങ്ങി നിൽപ്പുണ്ടാവും. അപ്പൊ ആ ഉണങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂണില് മുട്ട ഉണ്ടെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോവാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. 2 ദിവസമായിട്ട് എനിക്ക് നല്ലൊരു മടി ഉള്ള ദിവസങ്ങളായിരുന്നു. അപ്പൊ ഞാൻ 2 നേരവും നനക്കൂലായിരുന്നു. അപ്പോ അവിടുന്ന് എനിക്ക് ഈ സമയത്ത് കണ്ടു, ആ ജനലിന്റെ അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര അടിക്കും. അപ്പോ വെയിലടിക്കും. അപ്പോൾ ആ ജനലിൽ നമ്മൾ അവിടെ മാത്രം നമ്മൾ ചാണച്ചാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ചാണച്ചാക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു അഴ കണ്ടോ, ചാക്ക് തൂക്കിയിട്ടേക്കുന്ന അഴയുടെ മുകളിൽ കൂടി തന്നെ ഒരു ചെറിയ വണ്ണം കുറഞ്ഞൊരു ഓസ് അതിൽ കൂടി തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ സൺഷെയ്ഡ് കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട്, അതായത് ഓസ് കൊണ്ട് വെച്ചാൽ നമ്മളുടെ മുകളിൽ ബക്കറ്റ് വെച്ചാൽ നിറയും. അപ്പൊ ബക്കറ്റ് വെച്ചിട്ട് ചെറിയൊരു ഓസ് കണക്ട് ചെയ്ത് ഇതേമാതിരി ഈ അഴയിൽ കൂടി ഇങ്ങനെ ഓസ് ഫിറ്റ് ചെയ്ത് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഇറ്റി ഇറ്റി വീഴുന്ന രീതിയിൽ, 1-2 തുള്ളി ഇറ്റി ഇറ്റി വീഴുന്ന രീതിയിൽ ആ ചാക്കിൽ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചാക്ക് അങ്ങ് പെട്ടെന്ന് ഉണങ്ങി പോവില്ല. അത് എനിക്ക് വന്നൊരു ഐഡിയ ആണ്, ചെയ്ത് നോക്കണം. ടെറസിന് മുകളിൽ ചെയ്യുന്നവരും അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. എക്സോസ്റ്റ് ഫാൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം ഒരു നല്ലൊരു ഹ്യൂമിഡിഫയർ, അത് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ വാങ്ങാൻ കിട്ടും. ഹ്യൂമിഡിഫയർ, ഒരു നല്ലൊരു ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ആ ഒരു അന്തരീക്ഷം എപ്പോഴും തണുത്തുകൊണ്ടേയിരിക്കും. അത് ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ടെറസിന്റെ മുകളിലേക്ക് നമുക്ക് ചെയ്യാം. അധികം വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിലും സാധാരണ ഒരു കൂൺ ഷെഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതേമാതിരി തന്നെ ചണച്ചാക്ക് എപ്പോഴും നനച്ചുകൊണ്ടേ ഇരുന്നാല് വിഷയമില്ല കേട്ടോ. അത് സക്സസ് ആവും. ടെറസിന്റെ മുകളിൽ നമ്മൾ ചെയ്താൽ എപ്പോഴും ചാക്കിന് നനവുണ്ടാവണം, തറയിലായാലും ചുറ്റിനായാലും നനവുണ്ടാവണം. എക്സോസ്റ്റ് ഫാൻ എപ്പോഴും ഓൺ ആക്കിയിടണം. ഞാൻ ഇപ്പോഴാണ് ഓൺ ആക്കിയത്. അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോ കുറച്ച് ടെൻഷനൊക്കെ ആയതുകൊണ്ട് കൂൺ കൃഷിയിലോട്ട് എനിക്ക് ശ്രദ്ധ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരിൽ നമ്മൾ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം, ശ്രദ്ധ കുറയാനേ പാടില്ല. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ കൂൺ പറിച്ചപ്പോ ദാണ്ടെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഇതാണ് നമ്മളുടെ കൂണിന്റെ ഉണ്ടോ, ഹ്യൂമിഡിറ്റി ഇല്ലാണ്ടായ, ഞാൻ 2 ദിവസം എക്സോസിസ്റ്റ് ഫാന് ഓൺ ആക്കിയില്ല. അപ്പൊ ആ സമയത്ത് വിരിഞ്ഞ ഒരു കൂൺ മുട്ടാണ് ഈ കാണുന്നത്. ഇതെന്താണ്, ഹ്യൂമിഡിറ്റി ഇല്ലാണ്ടായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. അതേസമയം ഇത് ഇന്നലെ വിരിഞ്ഞ മുട്ടാണ്. ഇത് ഓക്കെയാണ്. ഞാനപ്പോ ഇന്ന് രാവിലെ നനച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാത്രി നനച്ചു കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ ഈ കൂണിൽ കൂടി ഒരു പുക പോകുന്നുണ്ട്. കൂണിൽ കൂടിയുള്ള ഒരു പുക പോകുന്നുണ്ട്. ക്യാമറയിൽ അത് കിട്ടണില്ല. നമ്മുടെ ഈ കൂണിന്റെ അടി കൂടി ഒരു പുക പോകുന്നുണ്ട്. എനിക്ക് കണ്ടോ, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ശ്രദ്ധിച്ചു നോക്കിയാല്. ആ പുക എന്ന് വെച്ചാല് ഈ സമയത്ത് ഇത് ഇന്ന് വൈകുന്നേരം പറിക്കാൻ പാകത്തിന് നിൽക്കുകയാണ്. കാരണം എവിടെയെങ്കിലും പോയി വളർന്നോ മക്കളെ എന്നും പറയുന്ന കൂൺ തന്നെ വിടുന്നതാണ്. ആണ്ടോ, അപ്പൊ ഇങ്ങനെ പുക വരുന്നത് എന്തുകൊണ്ടെന്ന് സംശയം ഉണ്ടാവും ചിലവർക്ക്. അപ്പൊ അത് ഈ പുക വരുന്ന സമയത്ത് നമുക്കത് പറിച്ചെടുക്കാം. ഇത് കറക്റ്റ് പാകാണ് കേട്ടോ. വേണ്ടോ, ഇത് കറക്റ്റ് പാകാണ്. ഇന്ന് വൈകുന്നേരം വെള്ളം സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറിക്കാൻ പറ്റിയ പരുവാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാ ദിവസവും നമ്മൾ നോക്കണം. കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇത് നമ്മളുടെ റൂമില് നനവില്ലെങ്കിലൊക്കെ വാടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതില് പയ്യെ ഒരു നനവ് കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊരു 200 ഗ്രാം തരുന്ന ഒരു കൂണിന്റെ
എന്താണ് ഒരു കൊലയാണത്. ഒരു കൊല ഏകദേശം നമുക്ക് 150 ഗ്രാം 200 ഗ്രാം ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് 100 രൂപയുടെ ഒരു നഷ്ടമാണ് ഈ കിടക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് പുതിയ ബെഡുകളാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിത്തുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, അതൊക്കെ ചെയ്ത് തീർക്കേണ്ടതാണ്. ഇത് നമ്മള് മിനിഞ്ഞാന്നെയോ നാലാന്നെയോ നമ്മള് ചകിരിച്ചോറില് ഒരു ബെഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ചെയ്താണ്. 4 ദിവസം ആയപ്പോഴേക്കും അതിന്റെ മൈസീലിയം നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചകിരിച്ചോറ് ചെയ്ത ബെഡ് എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ ബെഡ് കേട്ടോ. പുതിയ ബെഡിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് കീറൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോ വെള്ളം സ്പ്രേ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇവർക്ക്. കാരണം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാല്, ഞാൻ പറയാം ഏത് സമയത്താണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, ഇതിവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതാണ്ടേ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു പുതിയ ഒരു കൂണാണ്. നാളത്തേക്കോ മറ്റന്നത്തേക്കോ വരാൻ പാകത്തിന് നിൽക്കുന്ന കൂൺ മുട്ടാണിത്. അതിത് ഇങ്ങനെ കാണുമ്പോ നമ്മളൊന്ന് കീറി കൊടുത്താൽ മതി. ബ്ലേഡിനൊന്ന് പയ്യെ കീറി കൊടുത്താല് നമുക്ക് അതിനുശേഷം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇത് കണ്ടോ, ഈ ഒരു കൂൺമുട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂൺ ഷെഡി കയറാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാല് എന്താണ്, നമ്മള് കൂൺമുട്ട് കരിഞ്ഞു പോയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഹ്യൂമിഡിറ്റി ഇല്ലാണ്ട് അതിന്റെ ഒരു ഇതാണ്. 2 ദിവസം ഞാൻ അതിന് ഒരു ശ്രദ്ധയും കൊടുത്തില്ല. രാവിലെയും വൈകുന്നേരവും ഞാൻ വെള്ളം ഒഴിക്കാണ്ട്, രാവിലെയും വൈകുന്നേരവും തറയിലും ചാക്കും നനക്കാണ്ട് 2 ദിവസം ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നോണ്ട് കൂണിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾക്ക് വന്ന ഒരെണ്ണേ അങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ വേഗം വെള്ളമൊക്കെ ഒഴിച്ചു, കുറച്ച് ഐസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെയാണ്. ഫ്രിഡ്ജിൽ കുറച്ച് ഐസ്, വെള്ളം ഫ്രീസറിൽ വെച്ചാൽ അതൊന്ന് നല്ല രീതിയിൽ ഐസായി കഴിയുമ്പോൾ ഈ കൊണ്ടുവന്നിടാം. അപ്പോഴൊക്കെ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി നിലനിന്നോളും. അപ്പോ എങ്ങനെയാണ് കൂൺ ഷെഡ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എപ്പോഴും ഒരു നനവ് വേണം എന്നുള്ളതാണ് നമ്മുടെ കൂൺ പെരയുടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ അവര് എപ്പോഴും വിരിഞ്ഞ് നിൽക്കുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ കാണിച്ച കൂണുകൾ തന്നെ കണ്ടോ, അവര് ഹാപ്പിയാണ്. ഇന്ന് പറിക്കാനുള്ളവരായാലും അവര് ഹാപ്പിയാണ്. അവർക്കുള്ള നനവ്, തണുപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ എക്സോസിസ്റ്റ് ഫാൻ ഇട്ട് കൊടുക്കും. ഇനിയിപ്പോ നമ്മളിനി 25 ബെഡ് നമ്മൾ ചെയ്യാൻ 25 വിത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ബെഡ് കൂടുന്നതനുസരിച്ച് എക്സോസിസ്റ്റ് ഫാൻ ഒരെണ്ണം കൂടി നമ്മൾ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിഫയർ ആയാലും വെക്കേണ്ടി വരും കേട്ടോ. അതിന് ഇനിയും ഒരു 15 ദിവസം നമ്മൾ അവരൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. ആ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ റെഡിയാക്കിയാൽ മതി. അപ്പോ അത്രേ ഉള്ളൂ നമ്മളുടെ കൂൺ പെര റെഡിയാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാൻ മറക്കണ്ട.